ആദ്യം ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയിൽ നിന്ന് തുടങ്ങുന്നു. ഇതിപ്പോൾ പത്മജയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്താ വിഷയമായി നിറഞ്ഞു നിൽക്കുന്നത്. താങ്കളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഓർത്ത് പത്മജ വേണുഗോപാലിന് ദുഃഖമുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് പറഞ്ഞത്. താങ്കൾക്ക് ദുഃഖമുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം. വേണുഗോപാലിൻ്റെ പോക്ക് എന്നെ സംബന്ധിച്ച് യാതൊരുവിധ ദുഃഖവുമില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തന നിലയിൽ കോൺഗ്രസ് കുടികൊള്ളുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിലാണ് കോൺഗ്രസ് ജീവിക്കുന്നത്. അതുകൊണ്ട് പത്മജ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ അധികാരമോഹം കൊണ്ട് പോയതുകൊണ്ടോ കോൺഗ്രസ് ഇവിടെ തകരാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കൂറുമാറ്റം യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുന്നുണ്ട്? ഒട്ടുമില്ല. ഞങ്ങളുടെ ആത്മവീര്യത്തിന് ഒന്നും സംഭവിക്കില്ല. കാരണം പത്മജ വേണുഗോപാൽ സജീവ രാഷ്ട്രീയത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. അവർ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയവരാണ്. ഇന്ന് ഒരു അധികാരമോഹം പ്രതീക്ഷിച്ചുകൊണ്ട് BJP-യിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അപ്പോൾ വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതൊരു വിഷയമേ ആവില്ല? ഒരിക്കലും ആവില്ല. ശരി, അങ്ങനെയാണെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് വന്യജീവി മനുഷ്യ സംഘർഷമാണെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിറ്റിംഗ് MP ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 5 വർഷമായി വയനാട്ടിലുണ്ടായിരുന്ന MP അഥവാ വയനാടിനെ പ്രതിനിധീകരിച്ച MP-ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചോ? അത് തിരഞ്ഞെടുപ്പിൽ വിഷയമാവുമോ? ഈ MP കൃത്യമായി ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും മുന്നിൽ ഈ വിഷയം വളരെ നല്ല രീതിയിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഈ മരണം സംഭവിച്ച വീട്ടിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി അവിടെ എത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും പോളിന്റെ വീടിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്നും തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് സമാശ്വാസം നൽകിക്കൊണ്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷമാണ് സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ വരെ അവിടെ വന്നത്. നിലവിൽ ഈ പുൽപ്പള്ളി ടൗണും പുൽപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളും ശരിക്കും വന്യജീവി ഭീതിയിൽ തന്നെയാണോ ദിലീപ്? വന്യജീവി ഭീതിയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ പഴയതുപോലെയല്ല, കുടിയേറ്റ കാലത്തില്ലാത്തൊരു ഭീതി നമ്മുടെ നാട്ടിലുണ്ട്. വന്യമൃഗങ്ങൾ ധാരാളമായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നു. സജീവമായിട്ടുള്ള ഒരു പരിഗണന പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുമില്ല. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലേക്ക് ഈ വിഷയം എത്തുകയാണ്. പ്രത്യേക ദുരന്ത ബാധിതമായിട്ടുള്ള ഒരു മേഖലയായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകൾ അത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? അത് ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദുരന്ത നിവാരണത്തിന് വേണ്ടി കൃത്യമായി ഫണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം മുമ്പുണ്ടായിരുന്നു. ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നമ്മൾ ചോദിച്ചാൽ, DDMയിൽ നമുക്ക് ചോദിച്ചാൽ അവിടെ 1 രൂപ പോലും ഫണ്ടില്ല. പിന്നെ ഒരു പേരിന് ദുരന്ത നിവാരണമായി പ്രഖ്യാപിച്ചതുകൊണ്ട് എന്താണ് കാരണം? എന്ത് ചെയ്യാൻ സാധിക്കും? ഈ തെരഞ്ഞെടുപ്പിലെ പ്രഥമ പരിഗണന വയനാട്ടുകാർക്കുള്ളത് വന്യജീവി ഭീതി തന്നെയാണ്. അതെ. അത് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കാൻ പോകുന്ന പ്രതിനിധിക്കും ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതായിരിക്കും വോട്ടർമാർ ചിന്തിക്കുക. അത് നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് പ്രതിപക്ഷത്തുള്ള ഒരു MP എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ സാധിക്കും.